ഇതിൻ്റെ പേര് കോപ്പിയടിയുടെ മനഃശാസ്ത്രം. ഈ കുറച്ച് ഒരു മാസത്തിന് മുമ്പ് ഒരു പത്രത്തിൽ വാർത്ത വന്ന് ഹംഗറിയിലുള്ള പ്രസിഡൻറ്റ് അയാൾ പേജിൻ്റെ തീസിസ് കോപ്പി അടിച്ചിട്ട് 215 പേജിൽ 197 പേജും വേറെ പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് വച്ചിരിക്കുകയാണ്. അയാളുടെ പേര് പാൽഷിമിസ്. പക്ഷേ അവസാനം വലിയ ജനരോഷമായി സോണിയാക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ ഹംഗേറിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു ഞങ്ങൾക്ക്. പക്ഷേ നമുക്ക് വേറൊരു രസമുള്ള സംഭവത്തിലോട്ട് പോകാം. 1916 ബെർലിനിൽ ഈ ചരിത്രകാരന്മാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഒരു ലോക സമ്മേളനമായിരുന്നു. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്ര പണ്ഡിതന്മാർ ഹാജരായിരുന്നു. അവിടെ ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മിടുക്കനായ പ്രബലനായ എഴുത്തുകാരനാരാണ്, ചരിത്രകാരനാരാണ്? അതിനൊറ്റ ഉത്തരവ് ഉണ്ടായതാണ്. മെക്കാളെ. അയാളുടെ പേര് തോമസ് ബാർബിൻറ്റൺ മെക്കാളെ. പക്ഷേ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി ഇയാളാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചരിത്രകാരനും എഴുത്തുകാരനും. പക്ഷേ അയാൾ അതിസുന്ദരമായിട്ട് എഴുതും. നല്ല സുന്ദരമായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ അയാളുടെ സാന്ദർഭികമായിട്ടുള്ള അവതരണങ്ങൾ അട്രാക്റ്റീവാണ്. ഇതിൽ പിൽക്കാലത്ത് നടത്തിയ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾ ഒന്നാം തരം പ്ലാജിയറിസ്റ്റായിരുന്നു, കോപ്പിയടിക്കാരനായിരുന്നു. അപ്പോൾ അതുപോലത്തെ വേറൊരു സംഭവം ഞാൻ പറയുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ശിവഗിരിയിലുള്ള സ്വാമിമാരുടെ കൂടെ ഞങ്ങൾ ഒരു യൂറോപ്യൻ യാത്ര നടത്തി. യൂറോപ്യൻ യാത്രയിൽ 90 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാമിമാർക്ക് അപ്പോൾ യൂറോപ്പിൽ ഏതാണ്ട് 28 രാജ്യങ്ങളുണ്ട്. അതിൽ ഈ എല്ലാ രാജ്യങ്ങളെക്കുറിച്ച് ഒരു വിവരം സ്വാമിമാർക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അതിന് ഒരു ചെറിയൊരു അബ്രിജിത് നമുക്ക് അവിടെ ഓരോ രാജ്യത്ത് നമ്മൾ പോണ 14-15 രാജ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു അബ്രിജിത് കുറിപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിയാക്കി. അബ്രിജിത് കുറിപ്പ് ഞാൻ ശരിയാക്കി ഇവർക്ക് കൊടുത്തു. ഈ സ്വാമിമാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കോപ്പി എടുത്തിട്ട് 90 പേർക്കും കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരു മഞ്ജു വെള്ളാനി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ അകത്ത് കണ്ട കാര്യം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓരോ രാജ്യത്ത് നമുക്ക് കാണാനുള്ള സംഗതികൾ, അതിന് ഭൂമിശാസ്ത്രം, അതിൻ്റെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാം അങ്ങനെ എല്ലാം ഉണ്ട്. അത് കോപ്പി അടിച്ച് ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾ കണ്ട കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ഫില്ലപ്പ് ചെയ്തു. അതുകൊണ്ട് ഇത് അങ്ങ് വിട്ടുകൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ച സാരമില്ല പോയിക്കോട്ടെ, അയാൾ നമ്മൾ എഴുതി കൊടുത്ത് എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു എലിക്കഥയെക്കുറിച്ച് പറഞ്ഞു. എലിക്കഥ ഒരു ലോ കോളേജിന് മുന്നിലുള്ള ബിയോണ്ട് എന്നും പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ എടുത്തതാണ്. എന്നിട്ട് അത് ഈ വായനക്കൂട്ടായ്മ എന്നും പറഞ്ഞ എഴുത്തുകാരുടെ ഒരു ഫോറമുണ്ട്. അവരുടെ വാക്കിന് ഇതിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇയാളിത് കോപ്പി അടിച്ച് ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നെടുത്ത് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു മാസികയിലിറക്കി ഇട്ട് കൊടുത്ത്. പിന്നെ അതുകൂടാതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ സംഭവിച്ചു അത് ഇയാളാണ് വേറെ അറിയത്തില്ല. അതിന് തമിഴിലോട്ട് കോപ്പി ചെയ്തു. എലിക്കഥ തമിഴിലോട്ട് കോപ്പി ചെയ്ത് തമിഴ് വാരികയിൽ അത് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് മദ്രാസിലൊരാൾ എന്നെ വിളിച്ച് പറയുന്നു ഇങ്ങനെ ഈ കഥ വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പിന്നെ വലിയ കാര്യമായിട്ടില്ല. പിന്നെ വേറെ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ശിവഗിരിയിൽ നിന്ന് ഒരാഴ്ചത്തെ ഒരു ചൈനീസ് ടൂർ ഉണ്ടായിരുന്നു. ഈ ടൂറിൽ ഇയാളും പോയിരുന്നു. ഇയാൾ പോയി തിരിച്ചു വന്ന ശേഷം ഇയാൾ എന്ത് ചെയ്തു, ചീനഭരണിയിലെ കഥയെന്നും പറഞ്ഞ് കേരളാവതിയുടെ ആഴ്ചപ്പതിപ്പിൽ സ്പെഷ്യൽ പതിപ്പിൽ പിന്നെ 2 ആഴ്ചകളിലായിട്ട് ഇയാൾ ചൈനീസ് ചരിത്രം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ വായിച്ചങ്ങ് വിട്ട് കളഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഞാൻ എഴുതിയ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. പക്ഷേ ഞാനൊരു 10-15 വർഷം ചൈനീസ് ചരിത്രം പഠിപ്പിക്കുകയും ചൈനയിൽ 2 ആഴ്ച പോയി കാണുകയും അതിനെക്കുറിച്ച് സമഗ്രമായ ചരിത്രം എഴുതി ഒരു യാത്രാ വിവരണം എഴുതി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സാധനമാണിത്. അതിന് മുഴുവൻ ഇയാൾ കോപ്പി അടിച്ചിട്ട് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്നും പറയുന്നതൊക്കെ ഇട്ട് ആണിത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഇയാൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നീ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സെൻറ്ററിൽ തന്നെ ഇതെടുത്തിരിക്കുന്നു. അവിടെ നിന്ന്
ആ കമ്പ്യൂട്ടർ പ്രിൻ്റ് തന്നെ എടുത്തിട്ടാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അപ്പോൾ എനിക്ക് ചില അക്ഷരത്തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് കായ്ക്ക് പകരം ഘാ എഴുതിയിട്ടുണ്ട് ഞാൻ. അങ്ങനെയായിട്ട് 2-3 ഭാഷാപരമായിട്ടുള്ള അക്ഷരങ്ങളിലെ തെറ്റുകൾ അതല്ല ഇയാളുടെ ഈ പകർത്തിലുണ്ടായത്. ഉടനെ ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പരാതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ 10,000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം നമുക്ക് പിന്നെ അവർക്കെതിരെ കേസ് കൊടുക്കാൻ നമുക്ക് നിങ്ങൾ കൊടുത്തോളൂ, ഞങ്ങൾ ലെറ്റർ തരാം. അങ്ങനെ എനിക്ക് ലെറ്റർ തന്നു. ഉടനെ ഇയാൾക്കെതിരെ സൈബർ കേസ് ഫയൽ ചെയ്യാൻ. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത ആളല്ലേ എന്ന് വെച്ചിട്ട് ഞാനത് കളഞ്ഞു.